പാലക്കാട് VHP പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രതിഷേധവുമായി എത്തിയതിൽ ഇപ്പോൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും സൗഹൃദ കരോൾ സംഘടിപ്പിക്കും. നിതിൻ തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിൻ, ഒരു വിഷയത്തിൽ എങ്ങനെ മറുപടി കൊടുക്കണമെന്നതിന്റെ ഏറ്റവും കലാപരമായ, ഏറ്റവും സൃഷ്ടിപരമായ മറുപടിയാണ് ഇത് എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് കേൾക്കരുത് എന്ന് വിചാരിക്കുന്നു അത് കൂടുതൽ ഉച്ചത്തിൽ കേൾപ്പിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത് എത്രത്തോളം കലാപരമായിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കാം എന്നുള്ളതിനൊരു പൂർണ്ണ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് കരോൾ ഇവിടെ നടത്തുക എന്ന് പറയുന്നത്. ഈ VHP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് കടന്നു കയറിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പുറത്തേക്ക് ഈ ഒരു ക്രിസ്മസ് കരോൾ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് പരിപാടി കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ആ സ്കൂളിൽ കയറിയത് എന്നുള്ള രീതിയിലെല്ലാം ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിൽ സ്കൂളിന് പുറത്തേക്കൊരു ക്രിസ്മസ് പരിപാടി നടത്തിയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നത്. അവർ UP സ്കൂളിൽ അവിടെ നിന്നും ആരംഭിച്ച കരോൾ ഇപ്പോൾ നല്ലേപ്പള്ളി ജംഗ്ഷനിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഭാരവാഹികളോട് തന്നെ നമുക്ക് ചോദിക്കാം. ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. പ്രതിഷേധം എന്നതിലുപരിയായി കേരളം ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയം തന്നെയാണത്. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇവിടത്തെ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുണ്ടായത്. ഇവിടെ നോക്കൂ, നമ്മളെല്ലാം കേട്ടിരുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം, ആഘോഷങ്ങൾ നടത്തുന്നതിനിടയിൽ കയറി അക്രമം നടത്തുന്നു എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള വർഗീയ വിഷവിത്തുക്കളായിട്ടുള്ള ആളുകളെ കേരളം ഒതുക്കി നിർത്തുന്നതിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മനസ്സുള്ള ആളുകളാണ് കേരളത്തിലേത്. കേരളത്തിലെ ജനങ്ങൾ വൈവിധ്യങ്ങൾ നിറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ്. അത് ഏത് തന്നെയാണെങ്കിലും, ഓണമായാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും കേരളത്തിലെ മലയാളികൾ ഒരുമിച്ച് അവരുടേതായ ആഘോഷമാക്കി മാറ്റുന്ന നാടാണ് കേരളം. അതുകൊണ്ടാണ് കേരളം വൈവിധ്യം നിറഞ്ഞതാണ് എന്ന് പറയുന്നത്. ഈ VHP പ്രവർത്തകർ ഇവിടുത്തെ സംഘപരിവാർ ആളുകളാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദം തകർക്കാൻ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒന്നും എതിർത്തുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നതിലുപരിയായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ ക്രിസ്മസ് നടത്താൻ വേണ്ടി പാടില്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. ഈ സന്ദേശം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളി പറയാൻ ഇത്ര നേരം വരെയായി BJP തയ്യാറായിട്ടുണ്ടോ? ഇവരുടെ ഘടകങ്ങൾ തയ്യാറായിട്ടുണ്ടോ? 3 ആളുകൾ റിമാൻഡിലായല്ലോ. എന്താ ഇവരെ കുറിച്ച് അവരെ പുറത്താക്കാൻ തയ്യാറാകാതിരുന്നത്? ഇവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. ആ അജണ്ടയുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് നിങ്ങൾ വന്നാൽ ആ അജണ്ടയെ 4 മടക്കി ചുരുട്ടിയെറിയാൻ കേരളത്തിലെ DYFI സജ്ജമാകും. DYFI ഇത്തരത്തിലുള്ള മതനിരപേക്ഷ സൗഹാർദ്ദ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ ഭാഗത്തുനിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുകയാണ്. പാലക്കാട് സ്കൂളിലേക്ക് VHP പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷം നടത്തരുത് എന്ന് പറഞ്ഞ പ്രതിഷേധവുമായി എത്തിയ സ്കൂളിലേക്ക് കടന്ന് അതിനെതിരെ നിലപാട് സ്വീകരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നത്. സൗഹൃദ കരോൾ ആണ് നടന്നത്.